അപ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം ഇന്ന് നീങ്ങിയേക്കും. 2 MLA-മാരുള്ള VCK തമിഴക വെട്രി കഴകത്തിന് ഇന്ന് പിന്തുണ പ്രഖ്യാപിക്കും. അതിനിടെ AMMK നിയുക്ത MLA-മാരുടെ പേരിൽ TVക്ക് വ്യാജ പിന്തുണക്കത്ത് നിർമ്മിച്ചുവെന്ന് TTV ദിനകരൻ ആരോപിച്ചു. മനേഷ് മൂർത്തി വിവരങ്ങളും വച്ചിരുന്നു. മനേഷ്, അങ്ങനെ അത് വ്യാജകത്തല്ല, കാമരാജ് കത്തെഴുതി ചിത്രമൊക്കെ പുറത്തുവിട്ട് അതിന് പ്രതിരോധം തീർക്കുന്നുണ്ട്. എന്തായാലും ഗവർണർ പിടിച്ചുപിടി നിൽക്കുകയാണ്. എന്താണ് ആ പിടിച്ചുപിടി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം അംഗസംഖ്യയ്ക്കുള്ള കത്ത് ഹാജരാക്കിയാൽ മാത്രമേ സത്യപ്രതിജ്ഞ ക്ഷണിക്കൂ എന്ന് പറയുന്നു. അതിനിടയിൽ DMK ADMK ഒരു ചേരാനുള്ള ആലോചനയൊക്കെ മിന്നൽ നീക്കമൊക്കെ നടന്നു. പക്ഷേ അതും എത്രത്തോളം വർക്കൗട്ട് ആവും എന്നറിയില്ല. ക്ലൈമാക്സ് ആണോ ആന്റി ക്ലൈമാക്സ് ആണോ? മനേഷ്, ഗുഡ് മോർണിംഗ്. ആഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും കഴിഞ്ഞ് സൂപ്പർ ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടി ഏറെക്കുറെ ഒരു ധാരണ ഇക്കാര്യത്തിലൊക്കെ ആയതാണ്. പക്ഷേ അപ്പോഴേക്കും VCK ഒരു കടുംപിടുത്തത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ സ്ഥാനങ്ങൾ വേണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എന്തായാലും VCK എത്തിയിട്ടുണ്ട്. വിടുതൽ സിരിത്തകൾ കക്ഷി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മട്ടിലുള്ള ചർച്ചകൾ എന്തായാലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും ഒരു കോംപ്രമൈസ് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് വിജയ് കൊടുത്ത പിന്തുണ കത്ത്, അതിൽ അമ്മാമക്കൾ മുന്നേറ്റ കഴകത്തിൻ്റെ മന്നാർഗുഡിയിൽ നിന്നുള്ള നിയുക്ത MLA ആയിട്ടുള്ള കാമരാജിൻ്റെ പേര് കൂടി, അല്ലെങ്കിൽ കാമരാജിൻ്റെ കത്തുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാത്രി ഏറെ വൈകിയാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും ആ കത്ത് വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ് MMK പറയുന്നത്. മാത്രമല്ല ആ കത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ഇവിടെ ലഭിച്ചത് എന്നാണ് ഗവർണർ തന്നെ പറയുന്നത്. അങ്ങനെയാണ് 116 സീറ്റ് അല്ലെങ്കിൽ 116 പേരുടെ പിന്തുണ മാത്രമേ ഇന്നലെ നൽകിയ കത്തിലും വിജയ് അവകാശപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ലോക്ഭവന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നതും. അങ്ങനെ ആ സത്യപ്രതിജ്ഞ ഇന്നിപ്പോൾ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ സത്യപ്രതിജ്ഞ നീളാനുള്ളൊരു കാരണം അതുതന്നെയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ VCKയുടെ ഒരു തീരുമാനം ഇന്ന് പറയാമെന്നുള്ളതാണ്. ഇന്നലെ രാത്രി അവരുടെ മീറ്റിംഗും ഉന്നതാധികാര സമിതിയും ഒക്കെ ചേർന്നിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ തീരുമാനങ്ങൾ, അതായത് കഴിഞ്ഞ 4-ാം തീയതി റിസൾട്ട് വന്ന ഉടൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ചെന്നൈയിലുള്ള ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം ആരംഭിച്ചാണ്. അതിങ്ങനെ നീണ്ടു പോവുകയുമാണ്. എന്തായാലും ഇന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VCKയുടെ ഒരു പിന്തുണ എത്തും, അല്ലെങ്കിൽ VCK അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിന്തുണ അറിയിച്ചു എന്ന മട്ടിൽ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് പറയുന്നത് സർക്കാർ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവിടെ ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ നൽകാം എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാണ്ട് സർക്കാർ രൂപീകരണത്തിന് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളാണ് എന്തായാലും തമിഴ്നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു ഉച്ചയോട് കൂടി തന്നെ ഏകദേശം ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, പ്രവിത. ശരി, അതാണ് തമിഴ്നാട്ടിലെ സാഹചര്യം. എന്തായാലും TVK അധികാരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത. അതിലിപ്പോൾ TVK അധികാരത്തിൽ വരിക എന്നുള്ളതിനേക്കാൾ വിജയ് തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഓൾമോസ്റ്റ് ഉറപ്പാണെന്ന് തോന്നുന്നു. ഇപ്പോൾ CPM-ഉം CPI-യും ഒക്കെ TVK കൈ കൊടുക്കാനുള്ള കാരണം അതൊരുപക്ഷെ DMK-യുമായുള്ള ആലോചനയ്ക്ക് ഒക്കെ ശേഷം തന്നെ ആവില്ല. ഇപ്പോൾ DMK ADMK ആലോചിക്കണം. വിജയ് വന്നാൽ 15 വർഷത്തേക്ക് വിജയ് തമിഴ്നാട് വിടില്ല, അതുകൊണ്ടെന്നൊക്കെ ദ്രാവിഡ കക്ഷികൾ ഒന്നിക്കണം എന്നൊക്കെയുള്ള ചില വികാരങ്ങൾ DMK-ക്കകത്ത് ADMK-ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ധാർമ്മികമായി അത് ശരിയല്ല എന്ന നിലപാട് സ്റ്റാലിൻ സ്വീകരിക്കുകയും ആ നീക്കം അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ TVK-യുടെ പിന്തുണ കൂടി വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ലീഗുമായും ചില ചർച്ചകളൊക്കെ വിജയ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടി ഒരു കൂട്ടണി സർക്കാർ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൂട്ടണി. അവർ ഒരു മുന്നണിയായി മത്സരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ഒരു മുന്നണി സർക്കാരായിട്ട് വന്നിട്ടില്ല. ഏകകക്ഷി ഭരണം തന്നെയായിരുന്നു തമിഴ്നാട് ചരിത്രത്തിലുടനീളം. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി സർക്കാർ, അല്ലെങ്കിൽ തമിഴകത്ത് പറഞ്ഞാൽ ഒരു കൂട്ടണി കൂട്ടണി സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. എന്തായാലും വിജയ് തമിഴ്നാട് ഭരിക്കട്ടെ, അതൊരു പുതിയ പരീക്ഷണമാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.